വീണ വിജയൻ രക്ഷപ്പെട്ടു, റിയാസ് കുടുങ്ങി. ഇതെന്ത് കഥയാ? ഇപ്പോൾ ഇ ഡി വീണയെ വിട്ടിട്ട് റിയാസിൻ്റെ പിറകിലാണ്. റിയാസിനെ ചോദ്യം ചെയ്യുക, കഴിയുമെങ്കിൽ കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് ചെയ്യുക, കളി മാറുകയാണ്. വീണ വിജയൻ്റെ ബിനാമിയായി റിയാസും വേറെ 7-8 പേരും കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പുതിയൊരു അനാലോളജി, പുതിയൊരു അനാലിസിസ് വന്നിരിക്കുന്നത്. വീണ വിജയനല്ല ഇതിനകത്ത്, അവരൊരു പപ്പറ്റിനെ പോലെ നിന്നതാണ്. മുഹമ്മദ് റിയാസും വേറെ 8 പേര് കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ള പുതിയൊരു നരേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ ഡി നോട്ടീസ് കൊടുക്കാനും മുഹമ്മദ് റിയാസിനെ വിളിക്കാനും വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനുമുള്ള പുതിയ നടപടികളിലേക്ക് പോവുകയാണ്. പക്ഷേ മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ട് SFIയിൽ നിന്നും DYFIയിൽ നിന്നും CPMൽ നിന്നും ശക്തമായ പ്രതിരോധം ഒരിക്കൽ കൂടി ഇ ഡിക്ക് കിട്ടും. നേരത്തെ 2 കാറും അടിച്ച് പൊളിച്ച് ഇ ഡിയുടെ ഉദ്യോഗസ്ഥരെയൊക്കെ നല്ല തല്ല് കിട്ടിയതാണ്. ബാക്കി കൂടി ഇനിയിപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ തല്ലിയവർ 10-60 ദിവസം ജയിലിൽ കിടന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവർ പുറത്തിറങ്ങിയത്, ജാമ്യമോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇനി തല്ലിയാൽ എളുപ്പമല്ല ജാമ്യം കിട്ടാൻ എന്നുള്ളതും വളരെ പ്രധാനമാണ്. എന്തായാലും ഇ ഡി കേസ് മുറുക്കുകയാണ്. വീണ തൈക്കണ്ടിയിലെ പ്രശ്നം കുറേ സങ്കീർണമാവുകയാണ്. ഇപ്പോൾ വീണയെ വിട്ടിട്ട് പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും പിടിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് കൃത്യമായി ഇ ഡി ട്രയൽ നോക്കുന്നത്. അതിൽ ചിലപ്പോൾ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. എന്ത് തന്നെ ആയാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപാട് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇ ഡി പൊളിറ്റിക്കലായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു എന്നൊരു ആക്ഷേപം ഇത് തന്നെയുണ്ട്. പക്ഷേ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ഒബ്സർവേഷൻ, ഇ ഡി കുറച്ചുകൂടി സ്പീഡ് കൂട്ടണം, കാര്യങ്ങൾ കുറച്ചുകൂടി മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇ ഡി ഇദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ പേരെന്താ, മുഹമ്മദ് റിയാസിൻ്റെ പിറകിൽ നിന്ന് കൃത്യമായി മാറി ആരാണോ തെറ്റ് ചെയ്തത് അവരെ കൃത്യമായി പിടിക്കുന്ന നിലയിലേക്ക് പോകണം. അല്ലാതെ ഓരോരുത്തരുടെ പിറകെ ഇങ്ങനെ പോയി 3 പേരുടെ ചുറ്റും കറങ്ങി ഈ പ്രദക്ഷിണം വയ്ക്കുന്ന പരിപാടി അല്ല ചെയ്യേണ്ടത്. കൃത്യമായി ആരാണോ തെറ്റ് ചെയ്തത് അവരെ കണ്ടുപിടിക്കാനുള്ള സ്ട്രാറ്റജിയും കലണ്ടറും ഉണ്ടാകട്ടെ, അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കട്ടെ.